പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എംഎൽഎ എൽദോസ് കുന്നപ്പിള്ളിയെ നീക്കാൻ കോൺഗ്രസിൽ സമ്മർദ്ദം. കുന്നപ്പിള്ളിയെ മാറ്റണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നേതൃത്വത്തെ സമീപിച്ചുവെന്നാണ് വിവരം. ഇതിനിടെ വീണ്ടും മത്സരിക്കുമെന്ന സൂചന നൽകിയ എൽദോസ് കുന്നപ്പിള്ളി പ്രചാരണ പരിപാടികളുമായി മണ്ഡലത്തിൽ സജീവമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കണമെന്ന അഭിപ്രായം CPM-ലും ഉയരുന്നുണ്ട്. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, എൽദോസ് കുന്നപ്പിള്ളിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഒരു വിഭാഗം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദിവ്യ, പെരുമ്പാവൂരിലെ സിറ്റിംഗ് MLA ആണ് എൽദോസ് കുന്നപ്പിള്ളി. വീണ്ടും മത്സരിക്കാനുള്ള സന്നദ്ധത എൽദോസ് കുന്നപ്പിള്ളി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോടിയായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി തന്നെ മണ്ഡലത്തിൽ സജീവമാകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രാമയാത്ര എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. താൻ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ, മണ്ഡലത്തിൽ അനിവാര്യമായ മാറ്റങ്ങൾ, നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഈ ഗ്രാമയാത്ര സംഘടിപ്പിച്ചത്. ഗ്രാമയാത്രയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ജനമനയാത്ര എന്ന പേരിൽ ബൂത്ത് സംഗമമൊക്കെ സംഘടിപ്പിച്ചു വന്നിരിക്കുന്നത്. അതായത് ഈ 2 വട്ടം MLA ആണ് എൽദോസ് കുന്നപ്പിള്ളി. മണ്ഡലത്തിൽ 3-ാം അംഗമാണ്. അവസരം ലഭിച്ചാൽ 3-ാം അംഗമാണ്. ഈ 2 വട്ടം MLA ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ എൽദോസ് കുന്നപ്പിള്ളിക്കെതിരെ, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പിള്ളിയെ മാറ്റണമെന്ന ആവശ്യം ഉയർത്തുന്ന ഒരു വിഭാഗം ഉന്നയിക്കുന്ന പ്രധാനമായ ഒരു കാരണം. ഒപ്പം തന്നെ എൽദോസ് കുന്നപ്പിള്ളിക്കെതിരെ ഉയർന്ന അല്ലെങ്കിൽ ലൈംഗിക പീഡന പരാതി, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മണ്ഡലത്തിൽ എതിർവികാരം ഉണ്ട്. വീണ്ടും മത്സരിച്ചാൽ പരാജയപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. UDF-ന്റെ ഉറച്ചൊരു കോട്ട അല്ലെങ്കിൽ നല്ല സ്വാധീനമുള്ള ഒരു ഇടം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കുന്നപ്പിള്ളിയെ മാറ്റി നിർത്തണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ സ്വാഭാവികമായി മത്സരിക്കാൻ സാധ്യതയുള്ളത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ഒപ്പം തന്നെ KPCC വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളാണ് സജീവ ചർച്ചയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഇത്തരം ഒരു നീക്കം നടക്കുന്നുണ്ടെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ മണ്ഡലത്തിൽ സജീവ പരിപാടികളുമായി കുന്നപ്പിള്ളി മുമ്പോട്ട് പോകുന്നത്. അത്തരത്തിൽ ഒരു അവസരം പാർട്ടി വീണ്ടും നൽകും. പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലം തന്നെ തുണയ്ക്കും, ജനപിന്തുണയുണ്ട്. ഒരു അവസരം കൂടി ലഭിച്ചാൽ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന് എൽദോസ് കുന്നപ്പിള്ളി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലൊരു കാര്യമാണ്. പ്രചരണ പരിപാടികൾക്ക് സമാനമായ പരിപാടികളുമായി ഇപ്പോൾ കുന്നപ്പിള്ളി മണ്ഡലത്തിൽ പെരുമ്പാവൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന അഭിപ്രായമാണോ CPM-നുള്ളിലുള്ളത്? ദിവ്യ, ഈ കേരള കോൺഗ്രസ് M LDF-ന്റെ ഭാഗമായപ്പോൾ പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലം വിട്ടുകൊടുക്കുകയായിരുന്നു. അതായത് പെരുമ്പാവൂർ സീറ്റ് വിട്ടുകൊടുക്കുകയായിരുന്നു. സാജു പോൾ MLA ആണ് അതുവരെ തുടർച്ചയായി ആ മണ്ഡലത്തിൽ വിജയിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ MLA സാജു പോൾ ആയിരുന്നു. സാജു പോളാണ് വിജയിച്ചു വന്നിരുന്നത്. പിന്നീടാണ് കേരള കോൺഗ്രസ് M-ന് ഈ സീറ്റ് വിട്ടു നൽകുന്നത്. പിന്നീട് അത് വിട്ടു നൽകിയപ്പോഴാണ് ഈ ബാബു ജോസഫ് കഴിഞ്ഞ തവണ മത്സരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും എൽദോസ് കുന്നപ്പിള്ളിയോട് പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അങ്ങനെ തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സീറ്റ് CPM തന്നെ തിരിച്ചെടുക്കണം എന്നുള്ള ഒരാവശ്യം ഈ CPM-ലെ ഒരു വിഭാഗം ഉയർത്തുന്നത്. അത്തരത്തിലും ചർച്ചകളും സജീവമാണ്. സാജു പോളിനെ തിരികെ എത്തിക്കണം എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. പ്രത്യേകിച്ച് യാക്കോബായ സഭയ്ക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ഒരിടം കൂടിയാണ് ഈ പെരുമ്പാവൂർ. അതുകൊണ്ട് തന്നെ സാജു പോളിനായിരിക്കും കൂടുതൽ സാധ്യത. ഒപ്പം തന്നെ എൽദോസ് കുന്നപ്പിള്ളിക്കും സമാനമായ രീതിയിൽ ഒരു പിന്തുണ യാക്കോബായ സഭയുടേതായിട്ട് ഉണ്ട്. അല്ലെങ്കിൽ യാക്കോബായ സഭയ്ക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി വരേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് M-ന് തന്നെയാണ് സീറ്റ് എങ്കിൽ ബാബു ജോസഫ് തന്നെയായിരിക്കും വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാധ്യത. അല്ലെങ്കിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മണ്ഡലം നീങ്ങും എന്നുള്ളതാണ് പ്രധാനമായിട്ടും കണക്കിലെടുക്കുക. എന്തായാലും ഈ സാമുദായിക നിലപാടുകൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ സാഹചര്യം, ഇതെല്ലാം കൂടി കണക്കിലെടുത്തായിരിക്കും ഏത് മുന്നണിയായാലും ഈ പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക.